കള്ളം പറഞ്ഞു പോകാൻ പറ്റില്ല. വിശ്വാസം സംരക്ഷിക്കും, ശബരിമല സംരക്ഷിക്കും എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരിത്തിരിയെങ്കിലും അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കാനുള്ളത്. കാരണം അവിടെ നടന്നത് കളവാണ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. അങ്ങ് ചോദിച്ചു എന്തുകൊണ്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല? ഇവിടെ ഇന്ന് ദേവസ്വം ബോർഡ് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഹൈക്കോടതിയോട് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനുള്ള അനുവാദം ചോദിക്കുക. കാരണം ഈ അന്വേഷണം എല്ലാം ഇപ്പോൾ നടക്കുന്നത് ഹൈക്കോടതിയുടെ സർവൈലൻസിലാണ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു റിട്ടയർഡ് ജഡ്ജിയെ തന്നെ ഇത് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ നിയമ സംവിധാനത്തിന് അധികാരമില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആ അനുവാദം കോടതിയിൽ ചോദിച്ച് അത് കിട്ടുന്ന മുറയ്ക്ക് ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തും എന്നതാണ് സൂചിപ്പിക്കുന്നത്. അല്ലല്ല, ഹൈക്കോടതി ഈ പറയുന്ന ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനല്ല. അങ്ങ് ആവർത്തിച്ചു പറയുന്നു. അത് അവിടെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അന്വേഷണത്തിനാണെന്ന് പറയുന്നത്? എന്ത് ചെയ്യും? അന്വേഷണം നടത്തുന്നത് ദേവസ്വം വിജിലൻസ് തന്നെയാണ്. ആ 8ാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, അന്വേഷണം നടത്താൻ ജഡ്ജിയെ ചുമതലപ്പെടുത്തിയാൽ അതിന് മുകളിൽ അന്വേഷണം പറ്റില്ല എന്ന്. ഏത് അന്വേഷണത്തിനാണ് ഈ ജസ്റ്റിസ് കെ ടി ശങ്കരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഏത് അന്വേഷണത്തിനാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ? ഇല്ല, ഇമാതിരി കള്ളം പറഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങ് ആദ്യം പറഞ്ഞു ജഡ്ജിയെ അന്വേഷിക്കുന്നുണ്ട്, അതിന് പുറത്ത് അന്വേഷണം പറ്റില്ല എന്ന്. ഞാൻ അങ്ങയോട് ചോദിച്ചു ജഡ്ജി എന്താണ് അന്വേഷിക്കുന്നത്? അപ്പൊ അങ്ങ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉത്തരവ് വായിച്ച് കേൾപ്പിക്കുക. ഇവിടുത്തെ പൊട്ടന്മാർ കുത്തിയിരിക്കുന്നുണ്ടോ? ഇവൻ പൊട്ടനാണ് മുതലാളി. അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ ഈ രണ്ട് സൈഡും കൂട്ടിക്കലർത്തി ഒരു പ്രത്യേക രൂപത്തിൽ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി.